പലപ്പോഴും ജാസ്മിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഗെയിം പ്ലാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ ജാസ്മിൻ കുക്ക് ചെയ്തതിന് ശേഷം ഗബ്രിയുടെ പുറകെ നടന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സീന് എപ്പിസോഡിലൊക്കെ അത് കുറച്ച് കാണിച്ചിരുന്നു. ഞാൻ ലൈവ് ഫുള്ള് കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ജാസ്മിൻ ആ ഭക്ഷണം കൊണ്ടുവന്ന് സോഫയിൽ കോർണറിൽ കിടക്കുന്ന സോഫയിൽ വെക്കുകയാണ്. വച്ചതിന് ശേഷം ആദ്യം ക്യാമറയിലേക്കാണ് നോക്കുന്നത്. എല്ലാ ക്യാമറയും ഫോക്കസ് ആണല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ വളരെ ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കില്ല, കാരണം അത് പിടിക്കപ്പെടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയെ ജസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാ ക്യാമറയും ഫോക്കസ് ആയിട്ടുണ്ടോ. അതിനുശേഷം നമ്മൾ ഈ ആക്ഷൻ കട്ട് പറയാൻ അവിടെ ഒരാളില്ലെന്ന് മാത്രമേ ഉള്ളൂ. ജാസ്മിൻ്റെ ആ ഒരു നാടകം എന്ന് ഞാൻ വിളിക്കുന്നു. മേ ബി ജെന്യൂൻ ആയിരിക്കാം, ഞാൻ ആ സാധ്യത ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ബട്ട് എനിക്ക് നാടകമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു നാടകം ആരംഭിക്കുകയാണ്. ഗബ്രി ഗബ്രി എണീക്ക്, ഗബ്രി കഴിക്കടാ, എടാ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഒരു വാ ഇങ്ങനെ കൈ പിടിച്ചും കൊണ്ടുള്ള ഒരു നാടകം. ഗബ്രി ആരാ മോനെ, ഒരു വിധത്തിൽ എണീക്കൂല. കാരണം ഗബ്രി ആ ഒരു കണ്ടന്റിന് ചൂട് പകർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കുറച്ചു നേരം നീണ്ടു പോകണ്ടേ. ഗബ്രി ഇങ്ങനെ ദേഷ്യത്തിൽ കിടക്കുന്നു, ജാസ്മിൻ ഇങ്ങനെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഹൃദയത്തിലുള്ള ആ ഒരു മഞ്ഞൊക്കെ ഉരുക്കി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കാമുകൻ എണീറ്റ് അത് കഴിക്കുന്നു. അപ്പോൾ അതായിരിക്കണമല്ലോ സീൻ. ഗബ്രി ഇപ്പം മനസ്സിൽ കാണുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നിർബന്ധിക്കുന്നു, 5 മിനിറ്റ് കിടക്കാം എന്നിട്ട് എണീക്കാം. അപ്പോൾ അങ്ങനെ 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 ഗബ്രി എണീക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ ഇങ്ങനെ നോക്കുകയാണ്, പണി പാളിയോ. കാരണം ഇവർ തമ്മിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ, അന്തർധാര മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരിക്കലും ജാസ്മിനും ഗബ്രിയും കൂടെ നേരത്തെ പറയുന്നില്ല ഇങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വരും, അപ്പം നീ എന്നെ നിർബന്ധിക്കണം, അപ്പം ഞാൻ വാശി പിടിക്കും, ഇത് പറയുന്നില്ല. ജാസ്മിൻ ഇത് ചെയ്യുമ്പോൾ ഗബ്രിയും അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതിനോട് സഹകരിക്കണം, ഇത് കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കി സഹകരിക്കണം. അതാണ് ജാസ്മിൻ അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗബ്രിക്ക് ഇതിന് മനസ്സിലാവുന്നില്ലേ, പടച്ചോനെ എൻ്റെ ഗെയിം പ്ലാൻ ചീറ്റിയോ. അപ്പോൾ ഗബ്രി ഒരു വിധത്തിൽ എണീക്കുന്നില്ല. മനസ്സിൽ ഗബ്രി എന്താ വിചാരിക്കുന്നത്, ഒരു 5 മിനിറ്റ് ഡിമാൻഡ് ഇട്ടിട്ട് എണീക്കുക, അപ്പോഴേ കണ്ടന്റിൽ ഒരു സ്ട്രെങ്ത് വരത്തുള്ളൂ. എപ്പിസോഡിൽ ഏറിയാനുള്ള സാധനമാണ് ഈ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗബ്രി ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കയ്യിൽ നിന്ന് പാളി എന്ന് മനസ്സിലായപ്പോൾ ഒന്ന് ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കി, ഓഫ് എല്ലാം ഷൂട്ട് ചെയ്യാൻ എവനെങ്ങാനും ഇനി എണീറ്റില്ലെങ്കിൽ ഇത് നാറി പുറത്ത് ട്രോളായി പണ്ടാരടങ്ങുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗബ്രിയെ വീണ്ടും ഒന്ന് ഇമോഷണലി ഒന്ന് പുഷ് ചെയ്തപ്പോൾ ഗബ്രി സമയമായി എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് അതിങ്ങനെ വായ്ക്കകത്തേക്ക് വെച്ച് കഴിക്കുന്നു. അപ്പോൾ ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നൊരു നിർബന്ധവുമില്ല. രണ്ടുപേരും നല്ല ബോധ്യമുള്ളവരാണ്, ഇത് കണ്ടന്റാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ ബുദ്ധി അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റേ ആൾ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ചിലപ്പോൾ ഗബ്രി ആയിരിക്കാം അത് ചെയ്യുന്നത്, ചിലപ്പോൾ ജാസ്മിൻ ആയിരിക്കാം. ജാസ്മിൻ ഇവിടെ കളിച്ച ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു കെയറിങ് കാമുകി അല്ലെങ്കിൽ കെയറിങ് കാന്താരി. അതാണ്, അതായത് കലിപ്പൻ പിണങ്ങി കിടന്നാലും പുറകേ നടന്ന് ഊട്ടുന്ന ഒരു കാന്താരിയായ എന്നാൽ കെയറിങ് വളരെയധികം ഉള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഗെയിമാണ് ഇന്നലെ ജാസ്മിൻ കളിച്ചതെന്ന് പറയാം. ഞാനിത് ഗെയിം എന്ന് പറയേണ്ടതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരെപ്പോഴും സംസാരിക്കുന്നുണ്ട്, നമുക്കിനി ഗെയിം നല്ലപോലെ കളിക്കണം, എടാ ഗെയിം മാറ്റണോ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ടല്ലോ. എന്താണ് ഇവരുടെ ഗെയിം? ഇത് തന്നെയാണ് അവരുടെ ഗെയിം. ടാസ്കിനെ കുറിച്ചല്ലല്ലോ അവർ പറയുന്നത്, അത് വ്യക്തമല്ലേ. അപ്പോൾ അവർക്ക് ടാസ്കുകളിലെ കളിയല്ലാതെ അവിടെ വേറെ എന്താ ഗെയിം ഉള്ളത്? ആകെയുള്ള ഗെയിം എന്ന് പറയുന്നത് ഈ കോംബോയാണ്. അപ്പോൾ ഈ കോംബോയെ കുറിച്ചാണ് അവർ ഗെയിം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ഒരു സ്ട്രാറ്റജി ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആയിട്ടും ഒക്കെ തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.